മൂന്നാർ ഡേയ്സിലെ സെക്കൻഡ് ഡേ ആണെന്ന്. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല ഓർമ്മ നൽകിയ ഈ വീടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര തുടരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് പ്രകൃതിയുടെ സുന്ദരമായ ഒരു സ്വർഗം പോലെ തോന്നുന്ന മറയൂരിലേക്കാണ് കേട്ടോ. നമ്മൾ 4 പേരും അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല, പക്ഷേ യാത്ര പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അതുകൊണ്ട് കാപ്പിയുടെ കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ കാറിലുണ്ടായിരുന്ന സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മളങ്ങ് പോവുകയാണ്. നിശബ്ദമായ മലകളും തണുത്ത കാറ്റും പ്രകൃതിയുടെ മൃദുവായ ശബ്ദങ്ങളും ചേർന്നൊരു സ്വർഗ്ഗഭൂമി, അതാണ് മറയൂർ. ഇന്ന് ഈ മനോഹരമായ കാഴ്ചയുടെ ഇടയിൽ നിന്ന് നിങ്ങളെ കൊണ്ട് ചെറിയൊരു യാത്ര പോവുകയാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിൽക്കുന്ന മാറി മനസ്സിന് സമാധാനം നൽകുന്ന മറയൂരിൻ്റെ വ്യൂസ് നിങ്ങളുമായി പങ്കിടാൻ വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ മനോഹരമായ യാത്ര നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ദേശീയോദ്യാനങ്ങളിൽ ഒന്നായ ഇരവികുളം നാഷണൽ പാർക്ക് വഴിയാണ് നമ്മൾ മറയൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് തന്നെ പ്രകൃതി നമുക്കായി മാറ്റി വെച്ചതുപോലെ ഒരു നല്ലൊരു വ്യൂ, അത് കണ്ട് നിങ്ങൾ തന്നെ ആസ്വദിക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ല വ്യൂ ആണത്. പ്രകൃതിയുടെ സൗന്ദര്യം തൊട്ടടുത്തറിയ നിമിഷമായിരുന്നു കേട്ടോ ഇത്. മറ്റൊരു രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ ശാന്തമായ സൗന്ദര്യഭാവം. നമ്മൾ മറയൂരിലേക്കാണ് പോകുന്നതെങ്കിലും നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ മറയൂരല്ല കേട്ടോ. അതൊരു സർപ്രൈസാണ്, നിങ്ങൾക്കത് പോകും വഴി തന്നെ മനസ്സിലായിക്കോളും. ഇതിനു മുമ്പ് മൂന്നാറിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മറയൂർ ഭാഗത്തോട്ട് പോയിട്ടില്ല. ഇപ്രാവശ്യം ഒന്ന് പോകണമെന്നും പറഞ്ഞ് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നിറയെ തേയിലത്തോട്ടം കണ്ടു. ചുറ്റാകെ മൊത്തവും തേയിലത്തോട്ടങ്ങളും മഞ്ഞും മേഘങ്ങളും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. സമയക്കുറവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളവിടെ നിന്ന് തിരിച്ചു. പിന്നെ പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇറങ്ങാൻ തോന്നും. നല്ല സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസ് എടുക്കാൻ തോന്നും. പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണം നമുക്ക് എല്ലായിടത്തും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പോകുന്ന വഴിക്ക് തന്നെ മഞ്ഞ് വീഴ്ച തുടങ്ങിയായിരുന്നു. പോകെ തന്നെ നല്ലതുപോലെ മഞ്ഞ് വീണ് തുടങ്ങി. അപ്പോൾ തന്നെ നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ചേഞ്ചായി. ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചേഞ്ച് നമ്മൾ ആരും കരുതിയില്ല. നല്ല ഹാപ്പി ആയിരുന്നു. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ മഞ്ഞാണ്ട് പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് റോഡ് സൈഡിലൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മൂന്നാറിൽ പോയപ്പോൾ നല്ല സ്ഥലം കണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മളവിടെ ഇറങ്ങി ഒരു ഓർമ്മ പുതുക്കൽ എന്ന രീതിക്കാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നൊരു കാഴ്ചയായിരുന്നു. മുമ്പ് എപ്പോഴും അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ കണ്ടത്. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. ഇത് കണ്ടിട്ട് പിന്നെ മനസ്സൊക്കെ ഒന്ന് വിഷമത്തിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ അപൂർവ സൗന്ദര്യം നിറഞ്ഞ മറയൂർ ചന്ദനക്കാട്ടിലാണ്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത ചന്ദനവനം എന്ന പ്രത്യേകതയുള്ള ഈ സ്ഥലത്ത് കാൽവയ്ക്കുമ്പോൾ തന്നെ വായുവിൽ ചന്ദനത്തിൻ്റെ മൃദുവായ സുഗന്ധം അനുഭവിക്കാം. ശാന്തമായ കാടും പച്ചപ്പിൻ്റെ തണുപ്പും കാറ്റിൻ്റെ സംഗീതവും എല്ലാം ചേർന്നൊരു അതുല്യ അനുഭവമാണ് മറയൂർ ചന്ദനക്കാട്. ഇവിടെ ഓരോ മരത്തിനും ഒരു കഥയുണ്ട്. പ്രകൃതിയോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറയൂർ ചന്ദനക്കാട് തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാട്ടിലെ കാഴ്ചകളെ കണ്ട് പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് മറയൂർ സിറ്റിയിലാണ്. നമ്മൾ അതിശയപ്പെടുന്ന രീതിക്ക് മഞ്ഞുകളാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു മറയൂർ സിറ്റി. വന്ന് കണ്ടതിൽ വെച്ചിട്ട് മറക്കാൻ പറ്റാത്ത അനുഭവം തന്ന സ്ഥലം തന്നെയാണ് ഈ മറയൂർ. മഞ്ഞ് പൊളി മഞ്ഞ് പൊളി മഞ്ഞ്. ഉച്ചനേരമായിട്ട് അവിടുത്തെ മഞ്ഞിന് ഒരു കുറവുമില്ലായിരുന്നു. രാവിലെ വന്ന തണുപ്പ് തന്നെയായിരുന്നു ഉച്ചയ്ക്കും. കുറച്ചുകൂടെ കൂടിയിട്ടെങ്കിലും ഉള്ളൂ. നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ആടിപ്പാടി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ്.
അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ യാത്ര തിരിച്ചു. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ സ്ഥലത്തേക്കാണ്. ഒരു സർപ്രൈസ് പ്ലേസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ലക്കം വാട്ടർഫാൾസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ എത്തിയപ്പോഴത്തേനും ലേറ്റായത് കൊണ്ട് നമുക്കിവിടെ എത്താൻ പറ്റിയില്ല. അന്നേരമേ മനസ്സിലൊരു ഭയങ്കര നിരാശയായിരുന്നു, ഇനി വരുന്ന സമയത്ത് പോകണമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം അത് സാധിക്കാൻ പറ്റി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണ് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. തല നനയ്ക്കണമെന്നൊരു ചിന്ത നമുക്കില്ല. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വെള്ളത്തിനൊക്കെ ഒന്ന് ഇറങ്ങി ചില്ലടിക്കാം എന്നൊരു മൈൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലേഡീസിനായാലും ജെൻസിനായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. വെള്ളം കണ്ടത് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ആവേശമായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ കാല് വെക്കാൻ പോലും പറ്റാത്ത രീതിക്കുള്ള കൊടും തണുപ്പായിരുന്നു വെള്ളത്തിന്. നിങ്ങൾ 4 പേരും കയറി ഇങ്ങനെ ഇല്ലടാ, 3 പേരും കയറിയില്ലേ? അങ്ങനെയല്ലേ കൈ കാട് കുളിരാണ്, ചൂട് കുളിരാണ്. ഇനി നമ്മുടെ സജിൻ ചേട്ടൻ്റെ അണ്ടർ വാട്ടർ വീഡിയോ വിഷ്വൽസ് ആണ് കാണുന്നത്. വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആവേശമൊക്കെ തീർന്ന് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പയ്യെ തിരിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയതും പിന്നെ ഫുഡ് എന്നുള്ള നിലവിളിയായിരുന്നു. എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി, നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കുറച്ച് സ്നാക്സ് കഴിച്ച് നിൽക്കുകയാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ അടുത്തൊരു നല്ല ഫുഡുള്ള സ്ഥലത്ത് പോകണം എന്ന രീതിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
പോകുന്ന വഴിക്കാണ് ഒരു ചോളത്തിൻ്റെ ഒരു കട കാണുന്നത്. അവിടെ ചോളം ഫ്രൈ ആക്കിയതും വേവിച്ചതൊക്കെ ഉണ്ട്. കുറേ പേരൊന്നും മേടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചോളം വേവിച്ചതാണ് മേടിച്ചത്. അവിടെ ചോളം മാത്രമല്ല കാട മുട്ടയൊക്കെ അവിച്ചത് കിട്ടും. നമ്മൾ 2 ചോളം മേടിച്ചു. Mutta fry, masala puri, sweet corn roll, pineapple roll, water bottle, lace, chicken, mutta fry, masala puri, sweet corn roll, pineapple roll, bangsa banga. അങ്ങനെ ചോളമൊക്കെ കഴിച്ച് നമ്മൾ മൂന്നാറിനോട് യാത്ര പറയുകയാണ്. നേര്യമംഗലം പാലം വഴി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചോളം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വിശപ്പൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും നല്ല കടയിൽ കയറി നല്ല ഫുഡ് കഴിക്കണമെന്ന് അങ്ങ് മനസ്സിലിരുത്തി അങ്ങ് പോവാണ്. ഏകദേശം നമ്മളിപ്പോൾ പാലം എത്താറായി. ഫുഡ് തേടി ഒരുപാട് അലയേണ്ടിയൊന്നും വന്നില്ല. അടുത്ത് തന്നെ ഒരു നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു. ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മൂന്നാർ മറയൂർ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനിയും നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസ് ഇടും. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.